രാവിലെ കഴിക്കുന്ന ഗുളികല്ലേ അത് പ്രത്യേകം കഴിക്കണ്ടോ നേരെ നോക്കിയിട്ട് അത് ഭയങ്കര വേദനയായി. അത് സാരല്ല, അത് 2 ദിവസം കൂടി ശരിയാവും കേട്ടോ. ഓക്കെ. പിന്നെ അവിടെ ക്യാമറ ഉണ്ട് കേട്ടോ. ഹെൽമെറ്റ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്യാൻ അവിടെ നിർത്തി തരാം കേട്ടോ വണ്ടി. അത് സാരല്ല, അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയാൽ അപ്പുറത്ത് പോയിട്ട് ഞാൻ കാത്തിക്കട്ടോ. ഇവിടെ ഇറങ്ങിയിട്ട് മെല്ലെ നടന്നു പോവാ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കേട്ടോ. ഞാനേ ക്യാമറേന്റെ അപ്പുറത്തുണ്ടാവും, ഇത് മെല്ലെ നടന്നു പോവാട്ടോ. സാരല്ല, അഡ്ജസ്റ്റ് ചെയ്യട്ടോ. അല്ല എന്തെങ്കിലും നടന്നോളെ? ഹെൽമെറ്റ് ഇല്ലാതെ കൊണ്ട് ഹസ്ബൻഡ് അവിടെ ഇറക്കില്ല, ക്യാമറയുടെ മുന്നിൽ പടം ഇറക്കും. അപ്പൊ അവിടെ ഹസ്ബൻഡ് അവിടെ നിക്കണുണ്ടായിന്, കാലും കൊണ്ട് സുഖല്ല. അല്ല ഹെൽമെറ്റ് ഇല്ലാത്ത പ്രശ്നം? ഹെൽമെറ്റ് എന്റെ അടുത്തുണ്ടല്ലോ. അടിപൊളി, കേറി. അത് വേണോ? കേറി, പ്രശ്നല്ലേ? കാലും കൊണ്ട് തീരെ സുഖമില്ലാത്തതാണ്. ആ പതുക്കെ പിടിച്ചിരുന്നായി പോവല്ലേ? ആ എന്താപ്പത് കഥ? ഒരുത്തം കൊണ്ടുവന്നിട്ട് ഇറക്കുക, വേറൊരുത്തം വന്ന് കയറ്റി കൊണ്ടുപോവുക. ഏത് ദുനിയാവിലാണ് നമ്മൾ ജീവിക്കണത് റബ്ബേ? ആ എന്താ അവിടെ എപ്പോഴും ഓളെ കാത്ത് കുത്തിരിക്കുക? വരും വരും വരും. എടാ ഓളെ കൊണ്ടുപോകണോ കൊണ്ടുപോയിക്കണടാ. ഈ മൊബൈലിലും തോണ്ടി തലയും കുമ്പിട്ട് കുത്തിരുന്നോ? ഈ ആരെയാ കാത്തിക്കണേ? ഞാൻ വൈഫേ ഇവിടെ ക്യാമറ ഉണ്ടാവണ്ടേ, അവിടെ നിർത്തി. അവിടെ ഹെൽമെറ്റ് ഇല്ല, ക്യാമറ കഴിഞ്ഞാല് അവിടെ പോവാലോചിച്ചിട്ട്. അത് ശരി, വരണ്ടല്ലേ? എടാ ഓളെ കൊണ്ടുപോകണോ കൊണ്ടുപോയാണ് ഹെൽമെറ്റ് കയ്യിലുള്ളവൻ. ആരെ കൊണ്ടുപോയി ഓളെ? ഞാൻ ഓളെ ഡോക്ടറെ കാണിച്ചു വരികയാണ്. എടാ 2 ഹെൽമെറ്റ് കയ്യുമ്മിലുള്ളവൻ ഓളെ കൊണ്ടുപോയി. അനക്കെന്താ ഒരു ഹെൽമെറ്റ് വാങ്ങാൻ കഴിഞ്ഞില്ലല്ലേ? പോലീസുകാരെ പേടിച്ചും ക്യാമറനെ പേടിച്ചും എല്ലാം ഹെൽമെറ്റ് വെക്കണ്ടത് സ്വന്തം ശരീരത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയായിരിക്കണം. 1/2 ഇഞ്ച് പോലും നിലത്ത് തൊടാത്ത ഈ 2 ചക്രമുള്ള വണ്ടിയുമില് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുമ്പോൾ അതിന്റെ സുരക്ഷിതത്വം കൂടി കരുതണം മോനെ. ക്യാമറനെ പേടിച്ചിട്ടോ പോലീസുകാരെ പേടിച്ചിട്ടോ അല്ല ഹെൽമെറ്റ് ഇടേണ്ടത്. ഹെൽമെറ്റ് ഇടേണ്ടത് സ്വന്തം ശരീരം സംരക്ഷിക്കാൻ വേണ്ടിയാകണം. മനസ്സിലായ എനിക്ക്? ആരെ കൊണ്ടുപോയിന്നാവും? ഒരു പിടിയില്ലല്ലോ, ഒരു ഹെൽമെറ്റ് വാങ്ങിയാൽ തീർന്നു.